بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ മനാഖിബുകൾ, അവിടുത്തെ ചില മനാഖിബുകൾ മദ്ഹുകൾ ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഖലായിദുൽ ജവാഹിർ ഫി മനാഖിബി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനായ അൽ അല്ലാമ മുഹമ്മദ് ബിൻ യഹ്യ അൽ ഹലബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എഴുതിയ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ മനാഖിബുകൾ വിവരിക്കുന്ന ഒരു കിതാബാണിത്. ആ കിതാബിൽ നിന്ന് അല്പം ചില സംഭവങ്ങൾ, ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ കിതാബിന്റെ 65-ാമത്തെ പേജിൽ കാണാം, قال الشيخ محمد بن الخضر رضي الله عنه, മഹാനായ ഷേഖ് മുഹമ്മദ് ബിൻ ഖിദ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമഅതു അബി യഖൂൽ, എൻ്റെ ബാപ്പ പറയുന്നത് ഞാൻ കേട്ടു, കുൻതു യൗമൻ ജാലിസൻ ബൈന യദൈ സയ്യിദിന ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ഞാൻ ഒരു ദിവസം ഇരിക്കുകയായിരുന്നു ബൈന യദൈ സയ്യിദിന ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാപ്പ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ മുരീദാണ്. മഹാനവറുകൾ പറയുന്നു, ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ ഹളറത്തിൽ ഞാൻ ഇരിക്കുമ്പോ ഫഖതറ ഫീ നഫ്സി സിയാറത ശൈഖ് അഹ്മദ് റിഫായി, എന്റെ മനസ്സിൽ ഒരു മോഹം തോന്നി, റിഫായി ശൈഖ് തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്താലോ, മഹാനവറുകളെ പോയി നേരിട്ട് കണ്ടാലോ. റിഫായി ശൈഖ് തങ്ങളെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായത് എവിടെ വെച്ചാണ്? ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഹളറത്തിൽ വെച്ചാണ്. ഫഖാല ലീ, മനസ്സിൽ ഇത് ചിന്തിക്കേണ്ട താമസം ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു, യാ ഖിദ്ർ, ഓ ഖിദ്റേ, ഹാ തറ ശൈഖ് അഹ്മദ്, നോക്കൂ നീ റിഫായി ശൈഖ് തങ്ങളെ കാണുന്നില്ലേ? ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ ആ മുരീദിനോട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ, നീ റിഫായി ശൈഖ് തങ്ങളെ കാണുന്നില്ലേ?
ഫനളർതു അപ്പോൾ ഞാൻ നോക്കി ഫൈദാ ഇലാ ജാനിബിഹി അന്നേരം അതാ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ ഒരു ഭാഗത്ത് ശൈഖുൻ മഹീബുൻ വളരെ ഹൈബത്തുള്ള ഒരു ശൈഖ് അതായിരിക്കുന്നു. ഫഖംതു ഇലൈഹി വസല്ലംതു അലൈഹി ഞാൻ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ഫഖാല ലി അതായത് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ ഒരു ഭാഗത്ത് റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ കാണിച്ചു കൊടുത്തു തന്റെ മുരീദിനെ. ആ മുരീദിന്റെ ആഗ്രഹം നിറവേറ്റുകയാണ്. റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ അടുത്തേക്ക് ചെന്ന് സലാം പറയുകയാണ്. ഫഖാല ലി അപ്പോൾ റിഫാഈ ശൈഖ് തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഖിദർ, ഓ ഖിദറെ, മയ്യറ ശൈഖ് അബ്ദുൽ ഖാദിർ സയ്യിദൽ ഔലിയായി, ആരെങ്കിലും ഔലിയാഇന്റെ നേതാവായ സയ്യിദായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയെ കണ്ടാൽ യതമന്നാ റുയത മിസ്ലി, അങ്ങനെ ഒരാൾ കണ്ട സ്ഥിതിക്ക് പിന്നെ എന്നെ പോലുള്ളവരെ കാണാൻ ആഗ്രഹിക്കുന്നുവോ? വഹൽ അന ഇല്ലാ മിൻ റഇയതിഹി, ഞാൻ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ ഒരു കുട്ടിയാണ് എന്ന് റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ ആ മുരീദിനെ പഠിപ്പിക്കുകയാണ്. സുമ്മ ഗാബ, ഇത് പറഞ്ഞ് റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ മറഞ്ഞു. ആ മുരീദിന്റെ ആഗ്രഹം ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ നിറവേറ്റി കൊടുത്തു. ഫബഅദ വഫാത്തി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ വഫാത്തിന് ശേഷം ഇൻ ഹദർതു ഇലാ ഉമ്മി ഉബൈദ, ഉമ്മു ഉബൈദയിലേക്ക് ഞാൻ പോയി. റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ തിരു ഹദറത്തിലേക്ക് ഞാൻ പോയി. ലി അസൂറഹു, സിയാറത്ത് ചെയ്യാൻ വേണ്ടി. ഫലമ്മാ ഖദിംതു അലൈഹി, ഞാൻ ചെന്നപ്പോൾ ഇദാ ഹുവ ശൈഖുൽ ലദീ റഅയ്തുഹു ഇലാ ജാനിബി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഫീ ബഗ്ദാദ്, മുമ്പ് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ തിരു ഹദറത്തിൽ വെച്ച് റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയെ കാണാൻ ഞാൻ ആഗ്രഹിച്ചല്ലോ. അപ്പോൾ ഗൗസുൽ ആലം ഉപ്പാപ്പ കാണിച്ചു തന്ന ഒരു മഹാനില്ലേ, അതേ രൂപം തന്നെ, അഥവാ സാക്ഷാൽ റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ തന്നെ, അതേ രൂപം. അപ്പൊ അന്ന് കണ്ടത് റിഫാഈ ശൈഖ് തങ്ങൾ തന്നെയാണെന്ന് ശരിക്കും പച്ചയായി ബോധ്യപ്പെട്ടു. അപ്പോൾ റിഫാഈ ശൈഖ് തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഖിദർ, ഓ ഖിദർ, അലം തക്ഫിക്കൽ ഊലാ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ തന്നെ എമ്പാടും മതിയായിരുന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഖാദിരിയ്യ തരീഖത്തിന്റെ കാമിലായ ദിക്ർ സ്വീകരിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ജാതിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മുരീദുമാർ, ഉപ്പാപ്പാന്റെ മുരീദുമാർക്ക് ഉപ്പാപ്പ മാത്രം മതി. എല്ലാം കൊണ്ടും ഉപ്പാപ്പ മാത്രം മതി. അതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കൂടിയാണ് ഈ ചരിത്രം എന്ന് പറയുന്നത്. വഖാല ശൈഖ് അബ്ദുല്ലാഹിൽ ബതാഇഹി, മഹാനായ ശൈഖ് അബ്ദുൽ ബതാഇഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻ ഹദർതു ഇലാ ഉമ്മി ഉബൈദ ഫീ ഹയാത്തി സയ്യിദ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ കാലത്ത് ഞാൻ റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ തിരു ഹളറത്തിൽ ചെന്നു. വഅഖംതു ബിറുവാഖ് ശൈഖ് അഹ്മദ് റളിയല്ലാഹു അൻഹു അയ്യാമൻ, ആ തിരു ഹളറത്തിൽ അല്പം ദിവസങ്ങൾ ഞാൻ താമസിച്ചു. ഫഖാല ലി ശൈഖ് അഹ്മദ് യൗമ, ഒരു ദിവസം റിഫാഈ ശൈഖ് തങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്കുർ ലി ശൈഅൻ മിൻ മനാഖിബി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു സിഫാത്തിഹി, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ ചില വിശേഷണങ്ങൾ, ഗുണങ്ങൾ, അവിടുത്തെ മദ്ഹുകൾ നിങ്ങൾ പറഞ്ഞു തരിക എന്ന് റിഫാഈ ശൈഖ് തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഫദകർതു മിൻഹാ ശൈഅൻ, അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ റിഫാഈ ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഹളറത്തിൽ വെച്ച് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ മദ്ഹുകൾ പറഞ്ഞു.
ഫജാഅ റജുലുൻ ഫീ അസ്നായി ഹദീസി, ഞാൻ ഗൗസുൽ ആലം ഉപ്പാപ്പയുടെ മദ്ഹ് പറയുന്നതിനിടയിൽ ഒരാൾ വന്നു. വഖാലി, എന്നിട്ട് എന്നോട് പറഞ്ഞു, നിർത്തു, ലാ തസ്കുറ ഇൻദനാ മനാഖിബ ഗൈരി ഹാദാ, ഈ ഹളറത്തിൽ വെച്ച് റിഫായി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മദ്ഹ് മാത്രം പറഞ്ഞാൽ മതി, ഇവിടെ നിങ്ങളുടെ ശൈഖായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ മദ്ഹ് പറയേണ്ടതില്ല എന്നൊരാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. وأشار إلى الشيخ أحمد رضي الله وأشار إلى الشيخ أحمد رضي الله عنه, അദ്ദേഹം ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അതായത് അഹമ്മദ് റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയെ സൂചിപ്പിച്ച പറഞ്ഞത്, ഇവിടെ ഈ ഹളറത്തിൽ വെച്ച് ഈ ഷെയ്ഖിന്റെ അഥവാ റിഫായി ഷെയ്ഖിന്റെ മദ്ഹ് പറഞ്ഞാൽ മതി, വേറെ ആരുടെയും മദ്ഹ് പറയണ്ട എന്നാണ് അയാൾ ഇടയിൽ കയറി പറഞ്ഞത്. ഓരോ അദബ് മനസ്സിലാക്കുന്ന റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയെ പഠിപ്പിക്കാൻ അയാൾ തുനിഞ്ഞപ്പോ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് പറഞ്ഞപ്പോ അയാളിലേക്ക് റിഫായി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പ ദേഷ്യത്തോടെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ആള് മയ്യിത്തായി പോയി. റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊക്ക് ആഴം അത് എന്തുമാത്രം ഉഷാറായിരുന്നു, എന്തുമാത്രം പവറുള്ളതായിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ നോട്ടം കൊണ്ട് ആള് മയ്യിത്തായി. സുമ്മഖാൽ, എന്നിട്ട് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ മദ്ഹ് റിഫായി ഷെയ്ഖ് തങ്ങൾ പറയുകയാണ്, ആർക്കാണ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ മഖാമ എത്തിക്കാൻ കഴിയുക? ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ വലത് ഭാഗത്ത് ശരീഅത്തിന്റെ ബഹറാണ്. അവിടുത്തെ ഇടത് ഭാഗത്ത് ഹഖീഖത്തിന്റെ ബഹറാണ്. മിൻ അയ്യിഹിമാ ശാഅ ഇഖ്തറഫാ, ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും ബഹറിൽ നിന്ന് ഏതിൽ നിന്നാണ് ഉപ്പാപ്പ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് കോരിയെടുക്കാൻ സാധിക്കും. അതാണ് പരിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞത്. ബലത്ത് ശരീഅത്തെന്നും കാടലുള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കാടലുള്ളവർ. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ വലത് ഭാഗത്ത് ശരീഅത്തിന്റെ കടലും ഇടത് ഭാഗത്ത് ഹഖീഖത്തിന്റെ കടലുമാണെന്ന് ആരാണ് പറഞ്ഞത്? റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയാണ് പറഞ്ഞത്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയെ വിശദീകരിച്ചത്, ഉപ്പാപ്പയെ പറഞ്ഞു തന്നത് റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയാണ്. പാപ്പ തന്നെ ഉപ്പാപ്പയെ പറ്റി ഒരുപാട് പറഞ്ഞു തന്നു. അത് എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഈ വാക്ക്. എന്നിട്ട് റിഫായി ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു, അശ്ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ലാ സാനിയ ലഹ, രണ്ടാമനില്ല, ഉപ്പാപ്പയാണ് ഒന്നാമൻ എന്ന് മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങളുപ്പാപ്പ പറഞ്ഞു. മഹാനായ അശ്ശൈഖ് ഉമറുൽ ബസ്സാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് കേൾക്കൂ. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും അടുത്തൊരു മുരീദാണ്. തവജ്ജഹതു മഅ സയ്യിദി അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഇലൽ ജാമിഅ യൗമൽ ജുമുഅ. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയോട് കൂടെ പള്ളിയിലേക്ക് ഞാൻ ജുമുഅക്ക് പോയി. ഫലം യുസല്ലിം അലൈഹി അഹദുൻ, ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോ ആരും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയോട് സലാം പറഞ്ഞില്ല. ഫഖുൽതു ഫീ നഫ്സി, അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു,
നഹ്നു ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ലാ നസ്ലു ഇലൽ ജാമിഇ ഇല്ലാ ബിമശഖത്തിൻ മിൻ ഇസ്തിഹാമിൻ നാസ്, എല്ലാ വെള്ളിയാഴ്ച ദിവസവും പള്ളിയിലേക്ക് പോകുമ്പോ വളരെ തിക്കിത്തിരക്കിയാണ് പോകുന്നത്. കാരണം ആളുകൾ വന്ന് ഗൗസുല്ലാഹയുടെ തിരുകരം പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് കൊണ്ടുള്ള തിക്കും തിരക്കും കാരണം വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത്. ഇന്നിതാ ഗൗസുല്ലാഹയോട് ആരും സലാം പറയുന്നില്ല, ആരും ഉപ്പാപ്പയുടെ കൈ പിടിക്കുന്നുമില്ല എന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു. ഇങ്ങനെ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കേണ്ട താമസം, ആ ചിന്ത അത് പൂർത്തിയായില്ല. അപ്പോഴേ കഥ ഞാൻ കാണുന്നു, ജനങ്ങളെല്ലാം തങ്ങളുപ്പാപ്പയോട് സലാം പറയാൻ വേണ്ടി ധൃതി കൂട്ടി ചെല്ലുകയാണ്. അപ്പോഴേക്ക് പെട്ടെന്ന് രംഗം മാറി, എല്ലാവരും ചെന്ന് പാപ്പയോട് സലാം പറയുന്നു. തങ്ങളുപ്പാപ്പ തന്റെ മുരീദിന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു, പുഞ്ചിരിച്ചു. മുതബസ്സിമൻ ഫഖുൽതു, അപ്പോ ഞാൻ പറഞ്ഞു, ഫീ നഫ്സി, എന്റെ മനസ്സിൽ, ദാലികൽ ഹാലു ഖൈറും മിൻ ഹാദൽ ഹാൽ, ആദ്യത്തെ അവസ്ഥയായിരുന്നു ഇപ്പത്തെ അവസ്ഥയേക്കാൾ നല്ലത്. കാരണം അപ്പോൾ ഗൗസുല്ലാഹ് പാപ്പാക്ക് റാഹത്തിലായി നടന്നു പോകാമായിരുന്നു. ഇപ്പൊ എല്ലാവരും തിക്കും തിരക്കും കൂട്ടി മുസാഫഹത്ത് ചെയ്യുന്നത് കൊണ്ട് ഉപ്പാപ്പാക്ക് നടന്നു പോകാൻ അല്പം പ്രയാസമുണ്ടല്ലോ എന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പ എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ ഉമർ, ഓ ഉമറേ, അന്ത ത്വലബത ഹാദാ, നീ ആവശ്യപ്പെട്ട ഇതാണല്ലോ, എല്ലാവരും വന്ന് എന്നോട് സലാം പറയണമെന്നാണല്ലോ നീ ഉദ്ദേശിച്ചത്. അമാലും താ, നിനക്കറിയില്ലേ, അന്ന ഖുലൂബൻ നാസി ബിയദി, ഈ ചരിത്രത്തിലെ ഏറ്റവും അടിവരെ ഇടേണ്ട സംഭവമാണിത്. ഗൗസുല്ലാഹ് തങ്ങൾ ഉപ്പാപ്പ പറയുന്നു, അന്ന ഖുലൂബൻ നാസി ബിയദി, ജനങ്ങളുടെ ഹൃദയങ്ങൾ എന്റെ കയ്യിലാകുന്നു. ഇൻ ശിഅ്തു, ഞാൻ ഉദ്ദേശിച്ചാൽ, സറഫ്തുഹാ അന്നി, ഞാൻ അവരെ തൊട്ട് തിരിച്ചു കളയുന്നു. വഇൻ ശിഅ്തു, ഞാൻ ഉദ്ദേശിച്ചാൽ, ജദബ്തുഹാ ഇലയ്യ, അവരെ ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നു. അവരെ ഞാൻ എന്നിൽ നിന്ന് തിരിച്ചു കളയുമ്പോ ആരും എന്നോട് വന്ന് സലാം പറയുകയില്ല. അതേസമയം അവരെ എന്നിലേക്ക് ആകർഷിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അവരെല്ലാം എന്നോട് വന്ന് സലാം പറയുന്നതാണ്. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എല്ലാറ്റിന്റെയും കൺട്രോൾ മശായിഖിന്റെ കയ്യിലാകുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഉന്നതമായ മഖാമിലിരിക്കുന്ന, ഗൗസിന്റെ മഖാമിലിരിക്കുന്ന ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഉദ്ദേശിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആളുകളെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അല്പം ആളുകളെ അവിടത്തേക്ക് ആകർഷിക്കണം എന്ന് അവിടുന്ന് ഉദ്ദേശിച്ചാൽ അത് എത്തിയിരിക്കും, അവർക്കത് തോന്നിച്ചിരിക്കും. കാരണം അവരുടെ ഹൃദയത്തിൽ ആകർഷണം കൊടുക്കുന്നത് മഹാനവറുകളാണ്. ഇനി അതല്ല, ആളുകൾ ആവശ്യമില്ല, അല്ലെങ്കിൽ ചില വ്യക്തികൾ ആവശ്യമില്ല എന്ന് അവരുദ്ദേശിച്ചാൽ അവരിൽ നിന്ന് തിരിച്ചു കളയും. എല്ലാം അവരുടെ കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ്. മഹാനായ അശേഖുൽ ഖുദ്വ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മർറത്ത് ബിമജ്ലിസി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഹിദാ ത്വായിറ ഫീ യൗമിൻ, ഒരു ദിവസം ഗൗസുല്ലാഹ് തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ മജ്ലിസ് നടക്കുകയാണ്. അപ്പോഴതാ ഒരു പക്ഷി അതിലൂടെ പാറി. ഷദീദ് റീഹി, അത് ഭയങ്കര ശബ്ദമുണ്ടാക്കിയിട്ടാണ് പറന്നത്.
ഫസാഹത്ത് ഫതശവശത് അലൽ ഹാദിരീൻ. ആളുകളുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെ എന്താ പറയാ, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ടൊരു പക്ഷി ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ ആ മജ്ലിസിന് മുകളിലൂടെ പറന്നു. ഫഖാല ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, അപ്പോൾ ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ പറഞ്ഞു, യാ റിയഹ്, ഓ കാറ്റേ, ഖുദി റഅസ ഹാദിഹിൽ ഹിദ്ആ, ഈ പക്ഷിയുടെ തലയെടുക്കുക. കാറ്റിനോടാണ് കൽപ്പന, കാറ്റേ ഈ പക്ഷിയുടെ തലയെടുക്കുക. അപ്പോൾ അതാ ഫവഖഅത് ലിവഖ്തിഹാ മയ്യിതതൻ, ആ നിമിഷം ആ പക്ഷി ജീവൻ പോയി, മയ്യിത്തായി വീണു. റഅസുഹാ ഫീ നാഹിയ വഹിയ ഫീ നാഹിയ, തല ഒരു ഭാഗത്തും ഉടല് മറ്റൊരു ഭാഗത്തുമായി രണ്ട് ഭാഗത്തത് നിലം പതിച്ചു. ഫനസല ശൈഖ് റളിയല്ലാഹു അൻഹു മിനൽ കുർസി, അന്നേരം ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ അവിടുത്തെ ശറഫാക്കപ്പെട്ട കുർസിയിൽ നിന്ന് ഇറങ്ങി. വഅഖദ റഅസഹാ, അതിന്റെ തലയെടുത്തു, ബിയദിഹി ഒരു കയ്യിൽ, വമറ യദഹുൽ ഉഖറ അലൈഹാ, അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് അതിന്റെ മുകളിൽ ഒന്ന് തടവിയപ്പോൾ, എന്നിട്ട് വഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും ആ പക്ഷിയുടെ തലയുടെ മുകളിൽ ഒന്ന് തടവുകയും ചെയ്തപ്പോൾ, ഫഹയ്യത്ത് വതാറത് ബിഇസ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ആ പക്ഷി ജീവൻ വെച്ച് പാറിപ്പോയി. വന്നാസു യൻദുറൂന ദാലിക റളിയല്ലാഹു അൻഹു, ഈ രംഗം എല്ലാ ജനങ്ങളും നോക്കിക്കാണുന്നു. ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ എല്ലാ കറാമത്തുകൾക്ക് പോലും എന്താ അതിന് പറയാ, എല്ലാ അർത്ഥത്തിലും ഹയാത്തുള്ള ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ റളിയല്ലാഹു അൻഹു. ആ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിലാണ് നാം എല്ലാം നിലകൊള്ളുന്നത്. നമ്മുടെ എല്ലാം ശൈഖ് തങ്ങൾ ഉപ്പാപ്പ, ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പ നമുക്ക് തന്നത് ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റാണ്. ഗൗസുല്ലാഹ് തങ്ങൾ ഉപ്പാപ്പയെ പറ്റിയുള്ള ആ ജീവിതമാകുന്ന ബഹറിലെ ഒരു തുള്ളികളാണ് ഈ ചരിത്രങ്ങളെല്ലാം. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളാണ് ആ ജീവിതമാകുന്ന ബഹറിലുള്ളത്. നാം അറിയുന്നതും കേട്ടതുമായ അല്പം ചില ഭാഗങ്ങളും നാം കേൾക്കാത്ത അറിയാത്ത 99.99 അങ്ങനെ ഒരുപാട് ഭാഗം നമുക്കൊന്നും അറിയാതെ കിടക്കുന്നു. ആ ഉപ്പാപ്പയുടെ വഴിയിലാണ് നാം ഉള്ളത്. ഈ ചരിത്രങ്ങളെല്ലാം പറയുന്നത്, അനുസ്മരിക്കുന്നത് നാം എത്ര വലിയ ഭാഗ്യവാന്മാരാണ്, എത്ര ഉന്നതമായ വഴിയിലാണ് നാം എത്തിപ്പെട്ടത് എന്ന് നമുക്ക് സ്വന്തം സ്വബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സ്വത്വബോധമുണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിലയെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ആദ്യമായി സ്വന്തത്തോടും നാം ഓരോരുത്തരോടും നമുക്ക് ഉപദേശിക്കാനുള്ളത്, ഈ വഴിയുടെ മൂല്യം നാം മനസ്സിലാക്കുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ വഴിയിലേക്ക് ഇതുവരെ എത്താത്തവർ ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. ഈ വഴിയിലെത്തിയവർ ഉപ്പാപ്പയുമായി, ഉപ്പാപ്പ സ്ഥാപിച്ച മജ്ലിസുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ, ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ, ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.